നമസ്കാരം. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ അതിവിദഗ്ധമായിട്ടായിരുന്നു ചാലക്കുടി ബാങ്ക് കവർച്ച അരങ്ങേറിയത്. ഫിംഗർ പ്രിന്റ് അടക്കം തെളിവുകൾ ഇല്ലായിരുന്നെങ്കിലും എന്നാൽ പ്രതിയുടെ ഷൂ പണി കൊടുത്തു. അങ്ങനെ കേരളത്തെ ഞെട്ടിച്ച ചാലക്കുടി ബാങ്ക് കൊള്ളയിലെ പ്രതിയെ 36 മണിക്കൂർ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ നടന്ന കുടുംബ സംഗമത്തിനിടെയായിരുന്നു പ്രതിയെ പോലീസ് പിടികൂടിയത്. അതിവിദഗ്ധമായി ആസൂത്രണം ചെയ്ത കവർച്ചയുടെ സൂത്രധാരൻ ചാലക്കുടി സ്വദേശി റിജോ ആന്റണിയാണ് വലയിലായത്. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെയായിരുന്നു കൊള്ള. എന്നിട്ടും പിടിവീണു. ബാങ്കിൽ പ്രതി റിജോ ആന്റണി കവർച്ച നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് തൃശൂർ റൂറൽ SP പറഞ്ഞു. കവർച്ചയിലേക്ക് നയിച്ചത് പ്രതിയുടെ ധൂർത്തെന്നാണ് കുറ്റസമ്മതം. ഭാര്യ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. മാസം തോറും ഭാര്യ പൈസ അയച്ചു കൊടുത്തിരുന്നു. ഈ കാശെല്ലാം ഇയാൾ ധൂർത്തടിച്ച് കളയുകയുമായിരുന്നു. ഒടുവിൽ ഭാര്യ നാട്ടിലെത്താറായപ്പോൾ ഉണ്ടാക്കി വെച്ച കടം തീർക്കാൻ കണ്ടെത്തിയ വഴി പക്ഷേ കേരള പോലീസിന് മുന്നിൽ അടയുകയായിരുന്നു. ആരും കണ്ടുപിടിക്കാതിരിക്കാൻ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ബോഡി മുഴുവൻ കവർ ചെയ്താണ് റിജോ മോഷണം നടത്താനെത്തിയത്. പോരാത്തതിന് കണ്ണിന്റെ റെറ്റിന ഐഡന്റിഫിക്കേഷൻ, ഫേഷ്യൽ ഐഡന്റിഫിക്കേഷൻ, ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ ഇവയെല്ലാം ഒരു തരത്തിലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രതി ഓപ്പറേറ്റ് ചെയ്തിരുന്നു. പിന്നെ ഡ്രസ് പോകുന്ന വഴി 3 എണ്ണം മാറ്റി. റൂട്ട് കിട്ടാതിരിക്കാൻ ഇടതും വലതും പോകുന്ന ഇടവഴികൾ തെരഞ്ഞെടുത്തു. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഊരിമാറ്റി വേറെ വെച്ചു. മോഷണം നടക്കുന്നതിന് കൃത്യം 4 ദിവസം മുൻപ് പ്രതി ബാങ്കിലെത്തി എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചിരുന്നു. ബാങ്കിൽ ആളില്ലാത്ത സമയം പ്രതി മനസ്സിലാക്കിയിരുന്നു. ഇതിനു മുൻപ് ഒരിക്കൽ കവർച്ച നടത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് അന്ന് നടക്കാതെ വന്നപ്പോൾ രണ്ടാമത് വീണ്ടും ശ്രമിച്ചു. മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് പിടിക്കപ്പെടില്ലെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ ഷൂ ആണ് റിജോയെ ചതിച്ചത്. ഇത് വച്ചാണ് പ്രതിയെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പോലീസ് പൊക്കിയത്. ബാങ്ക് കവർച്ചാ കേസിൽ പ്രതി റിജോ ആന്റണിയുടെ വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച 15 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപ കണ്ടെടുത്തു. കൊള്ളയടിച്ച പണം ഉപയോഗിച്ച് മദ്യം ഉൾപ്പെടെ റിജോ വാങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ബന്ദിയാക്കാൻ ഉപയോഗിച്ച കത്തിയും മോഷണ സമയത്ത് റിജോ ധരിച്ചിരുന്ന വസ്ത്രവും ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ബാക്കി തുകയിൽ നിന്ന് 2,90,000 രൂപ വായ്പ വാങ്ങിയ അന്നനാട് സ്വദേശിക്ക് ഇയാൾ തിരികെ നൽകിയിരുന്നു. അന്നനാട് സ്വദേശിയായ വ്യക്തി ഈ പണം ചാലക്കുടി DYSP ഓഫീസിലെത്തി കൈമാറി. 36 മണിക്കൂർ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലായിരുന്നു മോഷണം. ക്യാഷ് കൗണ്ടറിൽ എത്തിയ റിജോ കൗണ്ടർ പൊളിച്ച് പണം കവർന്നു. കൗണ്ടറിൽ 45 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിലും 5 ലക്ഷം വീതമുള്ള 3 കെട്ടുകളാണ് കവർന്നിരുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.